പശുക്കളെ നഷ്ടമായ ഇടുക്കിയിലെ കുട്ടിക്കർഷകർക്ക് കൂടുതൽ സഹായമെത്തുന്നു. കുട്ടികൾക്കുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം സർക്കാർ ഉറപ്പാക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി. സംഭവം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബി.ജെ.പി നേതാവ് പി.കെ. കൃഷ്ണദാസ്. കാലി വളർത്തൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സന്തോഷം പങ്കുവച്ച് കുട്ടിക്കർഷകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടുക്കിയിലെ കുട്ടിക്കർഷകരെ തേടി സഹായ വാഗ്ദാനങ്ങളും ആശ്വാസവാക്കുകളും ഒഴുകിയെത്തുകയാണ്. കർഷക സഹോദരങ്ങൾക്കുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ എല്ലാ സഹായവും സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ആവർത്തിച്ചു. ആദ്യം തന്നെ ഈ പശുക്കളെ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. മിൽമ 45,000 രൂപ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ ഒരാഴ്ചക്കകം മാത്യുവിന്റെ വീട്ടിൽ എത്തിക്കുവാനുള്ള പരമാവധി പരിശ്രമമാണ് ചെയ്യുന്നത്. കുട്ടിക്കർഷകരുടെ പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബി.ജെ.പി നേതാവ് പി.കെ. കൃഷ്ണദാസ്. അതിലെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് അത് പ്രധാനമന്ത്രിയുടെ പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലും അത് പെടുത്തും. അതേസമയം ഉണങ്ങാത്ത തൊണ്ട് കഴിച്ചതാവാം പശുക്കൾ ചാകാൻ കാരണമെന്നാണ് ജോർജിനും മാത്യുവിനും കപ്പത്തൊണ്ട് സൗജന്യമായി നൽകിയ ഡ്രയർ ഉടമയുടെ പ്രതികരണം. അവരുടെ ഒരു വരുമാന മാർഗം കൂടെ ആയിരുന്നു. അവർക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി, നമുക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടായി. തൊലിയുടെ ഉണക്ക് കുറവ് തന്നെ ആയിരിക്കണം. സാധാരണ നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി ഒരു 3-4 വെയിലൊക്കെ നല്ലപോലെ കൊണ്ട് ഉണങ്ങിയിട്ടാണ് കൊടുക്കേണ്ടത്. നല്ലപോലെ ഒരു തൊലി ഇരുന്ന് പൊടിയുന്ന പരുവത്തിലാകണം. സർക്കാരും സമൂഹവും ഒപ്പം നിന്നതോടെ പുതിയ തൊഴുത്തു പണിത് ഫാം വിപുലീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടിക്കർഷകർ. 44 പശുക്കൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ പുതിയ തൊഴുത്ത് പണിന് പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമടക്കം ഇപ്പോഴും കുട്ടിക്കർഷകരെ തേടി ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി.